ഞാനൊരു ലാസ്റ്റ് ഒരു ഇൻ്റർവ്യൂ കോളിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ഒരു ആൾ വന്ന് എൻ്റെ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചു, ഇതെന്ത് യൂണിവേഴ്സിറ്റിയാണ്, എൻ്റെ മകൾക്കും പഠിക്കാൻ താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ലൈക്ക് ഓവർ ദീസ് 2-3 ഇയേഴ്സ് എൻ്റെ അടുത്ത് കുറേ പേര് വന്നിട്ട് ഞാൻ എന്ത് കോഴ്സാണ് പഠിച്ചത്, പിന്നെ ഏത് യൂണിവേഴ്സിറ്റി ആയിരുന്നു, അങ്ങനെ എൻ്റെ പഠിത്തത്തിനെ പറ്റി കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ കുറച്ച് പേർക്കൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലത് ഉപകാരം ആവുന്നുണ്ടെങ്കിൽ ആകട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. സോ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ UK വരുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഈ കൺട്രിയിൽ ജോലി കിട്ടാൻ സാധ്യതയുള്ള എന്തൊക്കെ റോൾസ് ആണെന്നാണ് ഫസ്റ്റ് ഓഫ് ഓൾ നോക്കേണ്ടത്. അപ്പോൾ അതായത് ഇവിടെ ലേബർ ഷോർട്ടേജ് ഉള്ള സ്കിൽഡ് വർക്കർ വിസ കിട്ടാൻ ഈസി ആയിട്ടുള്ള ഏതൊക്കെ മേഖല ഉണ്ട് എന്ന് വേണം ചെക്ക് ചെയ്യാൻ. അത് നിങ്ങൾ പഠിച്ചതുമായിട്ട് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് ഏത് കോഴ്സ് എടുക്കാൻ പറ്റുമെന്ന് നോക്കേണ്ട വളരെ അത്യാവശ്യമുണ്ട്. ആൻഡ് ഇപ്പോഴത്തെ സ്ട്രിഞ്ചൻറ്റ് റൂൾസ് വെച്ചിട്ടാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ പേർക്ക് ജോലി കിട്ടിയിരിക്കുന്ന ഒരു ഫീൽഡാണ് സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡ്. അപ്പോൾ എനിക്ക് ഇന്നലെ ഞാൻ ബാച്ചിലേഴ്സ് എടുത്ത സിവിൽ എഞ്ചിനീയറിംഗിലാണ്. ഞാൻ പഠിച്ചത് മാർ ബസേലിയസ് കോളേജിലാണ്. അപ്പോൾ എൻ്റെ കോളേജിൽ HOD ആയിട്ട് എനിക്ക് സംസാരിക്കാൻ ഒരു അവസരം കിട്ടി. അപ്പോൾ പുള്ളിക്കാരി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിവിൽ എഞ്ചിനീയറിംഗ് ഇപ്പോൾ പണ്ടത്തെ പോലെ ഇന്ത്യയിൽ അത്രയും ബൂമിങ് ആയിട്ടുള്ള ഒരു ഫീൽഡ് അല്ല. അപ്പം ഞാൻ എടുത്ത സമയത്തൊക്കെ എൻ്റെ ഇയറിലൊക്കെ അത് ഭയങ്കര ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടാൻ എല്ലാവരും തിടുക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ഫീൽഡായിരുന്നു സിവിൽ എഞ്ചിനീയറിംഗ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി സിവിൽ എഞ്ചിനീയറിംഗ് നാട്ടിൽ അത്രയും ഒരു സാലറി കിട്ടുന്ന പോലത്തെ ഒരു ഫീൽഡല്ല. എസ്പെഷ്യലി പെണ്ണുങ്ങൾക്കാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഇവിടെ UK വരികയാണെങ്കിൽ നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗിൽ ഭയങ്കര ഓപ്പർച്യൂണിറ്റീസാണ്. അപ്പോൾ എന്തെങ്കിലും ജിയോടെക്കിൽ മാസ്റ്റേഴ്സ് എടുക്കാം, നിങ്ങൾക്ക് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിൽ മാസ്റ്റേഴ്സ് എടുക്കാം, സസ്റ്റൈനബിലിറ്റിയിൽ മാസ്റ്റേഴ്സ് എടുക്കാം, ഹൈവേ എഞ്ചിനീയറിംഗ്, അങ്ങനെ പല ടൈപ്പ് ഓഫ് എഞ്ചിനീയറിംഗ് ഫീൽഡ്സ് ഉണ്ടല്ലോ. നിങ്ങൾ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ച ആൾക്കാർക്ക് അറിയാം. അപ്പോൾ ആ ഫീൽഡിലോട്ടൊക്കെ, പിന്നെ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ്, അത് ഇവിടെ ഭയങ്കര ബൂമിങ് ആണ്. കാരണം ഈ ദുബായിലൊക്കെ കൺസ്ട്രക്ഷൻ കമ്പനിയിലൊക്കെ 1-2 വർഷം വർക്ക് ചെയ്തിട്ട് ഡ്രാഫ്റ്റ്സ്മാൻ ആയിട്ട് വന്നിട്ടുള്ള ആൾക്കാർക്ക് പോലും ഇവിടെ നല്ല സാലറിയാണ്. സ്റ്റാർട്ടിങ് സാലറി തന്നെ 35,000 പൗണ്ട്സ് ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ഡിഗ്രിയുടെ വാല്യൂ അത്രയും തന്നെ ഉണ്ട്. പിന്നെ ഞാൻ ആ ഫീൽഡ് പെർസ്യൂ ചെയ്യാത്തത് കൊണ്ടും മാത്രമാണ് ഞാൻ അതിൽ ട്രൈ ചെയ്യാത്തത്. പക്ഷേ ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് ഐ റിഗ്രറ്റ്, ടു ബി ഓണസ്റ്റ്. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങൾക്ക് എന്ത് ഫീൽഡിലാണ് ഇവിടെ ജോലി കിട്ടാൻ പറ്റുക എന്നുള്ളത്.